ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ഒരു വ്യത്യസ്ത തരം പായസം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഹെൽത്തിയും റിച്ച് ആയിട്ടുള്ള അവിൽ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് അവസാനം വരെയും കാണണം. ലൈക്ക് ചെയ്യണം, മെസ്സേജ് ചെയ്യണം, സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പായസത്തിനായിട്ട് അവിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മട്ടവിലാണ്. ഇതിൽ ധാരാളം ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ കശുവണ്ടി, മുന്തിരി, ഉണക്കമുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യും പാലും നമുക്ക് ഉള്ളതുപോലെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ മട്ടവിലാണ് കുറച്ചുകൂടെ നല്ലത്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു രീതിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ. പൊടിയായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു മക്കൾക്കും പിന്നെ പ്രായമായവർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ കുറച്ച് തരിയായിട്ട് നമുക്ക് പൊടിക്കാതിരുന്നാൽ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചത്. പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ അവിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് ഗുണങ്ങളും കൂടെ ഞാൻ കൂടെ പറയാം കേട്ടോ. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫൈബർ അടങ്ങിയിട്ടുണ്ട്, സിങ്ക്, മഗ്നീഷ്യം, പിന്നെ എന്താ പറയുക, തയാമിന്, നിയാസിൻ, ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ശർക്കര അപ്പോഴേ കാണിച്ചില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ കാണിച്ചത്. അപ്പോൾ നമ്മൾ നെയ്യ് ചൂടായപ്പോൾ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരിയെടുക്കാം. പിന്നെ ഈ അവിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ചൂട് സീസണിലൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ മാറ്റാൻ സാധിക്കും കേട്ടോ. ഇത് കഴിക്കുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ ധാരാളം എല്ലാവരും കഴിക്കാറുണ്ട്. ഇപ്പോഴൊക്കെ കുറഞ്ഞു പോയ ഓട്സ്, അങ്ങനെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ഫുഡുകളാണല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ തനതായിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കുന്നത് കുറവായിപ്പോയില്ലേ. അപ്പോൾ നമ്മൾ ആ നെയ്യിൽ തന്നെ കുറച്ച് ഇതിനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പൊടിച്ച അവലിനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. തരിയായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഒരു ടേസ്റ്റും കിട്ടും. ഈ തരിയായിട്ട് ഒരുപാട് ഇങ്ങനെ പരന്ന് കിടക്കില്ല. അവിൽ പൊടിയില്ലല്ലോ പായസം വയ്ക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതുപോലെ ആക്കിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വേഗത്തിൽ കൊടുക്കാം. ഞാൻ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ നെയ്യ് വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ അതിൽ തന്നെയാണ് വറുത്ത് കോരിയ നെയ്യിൽ തന്നെയാണ് കേട്ടോ. ഇത് വറുത്തെടുത്തിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താണ് എന്നിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് സഹായിക്കും കേട്ടോ. മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർ ധാരാളമായിട്ട് ഇത് കഴിച്ചാൽ മുടി കൊഴിച്ചിലൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ടെൻഷൻ കുറയ്ക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ അവിലൊക്കെ ധാരാളം കഴിച്ചാൽ. ഒരു ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വണ്ണം കുറയുന്ന ആഗ്രഹിക്കുന്നവർ ഇത് കഴിച്ചാൽ നല്ലതാണ്. ഇതിൽ എന്താ പറയുക, ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മധുരത്തിനനുസരിച്ച് ശർക്കര ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു ശർക്കരയാണ് കേട്ടോ ആഡ് ചെയ്ത് അതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാലും ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം, മധുരത്തിനനുസരിച്ചിട്ടോ. അപ്പോൾ ഞാൻ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നവർ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പശുമ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് കുറുകി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ മധുരം കുറച്ച് പോരാത്തതുകൊണ്ട് ഞാൻ ഒരു ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര പാനീയമായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ പറയുക, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്. കുറച്ച് പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ രണ്ടാമതിട്ട ശർക്കര ഒന്ന് ഉടഞ്ഞ് കിട്ടണം. എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ. ഒരു 4-5 പേർക്കൊക്കെ ഞാനിപ്പോൾ ഉണ്ടാക്കിയത് കഴിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്, വറുത്ത് വെച്ചത്. തേങ്ങാക്കൊത്തും ഏലക്കായൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പായസം ആകാനായി. അപ്പോൾ ഇനി തീ ഓഫാക്കാം. അപ്പോൾ എന്താ പറയുക, കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഈ കർക്കിടക മാസത്തിലൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ തണുത്ത് തെറിച്ച് വരുമ്പോൾ ഒരു ഗ്ലാസ് അത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ധാരാളം മിനറൽസും വിറ്റാമിൻസൊക്കെ അടങ്ങിയിട്ടുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പായസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, മെസ്സേജ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.